എല്ലാവർക്കും ഈ കോഴിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ് കേട്ടോ. ടോപ്പിക്കിൻ്റെ പേരാണ് പോലീസ് തീഫ് കൺസെപ്റ്റ് അല്ലെങ്കിൽ തീഫ് പോലീസ് കൺസെപ്റ്റ്. നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, നിങ്ങൾ ഏത് എക്സാമിന് പഠിക്കുന്നവരാണേലും ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ അല്ലെങ്കിൽ സ്പീഡ് ഡിസ്റ്റൻസ് ടൈം ആ ചാപ്റ്ററിലെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് തന്നെ പറയാം. എന്ത്? തീഫ് പോലീസ് കൺസെപ്റ്റ്. സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, എക്സാമിന് ഒരു ചോദ്യമെങ്കിലും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അവിടെ SSCയുടെ ഏത് എക്സാം ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് ഒരു എക്സാം എന്ത് ചെയ്യും, തീഫ് പോലീസ് കൺസെപ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇനി ഈ തീഫ് പോലീസ് കൺസെപ്റ്റിൽ നിന്ന് ചോദ്യം വന്നാൽ എങ്ങനെ എളുപ്പം ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഒരു 5-6 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, വളരെ എളുപ്പം ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം 4-5-6 ക്ലാസ്സുകൾ ചെയ്ത് ഓരോ മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെയൊക്കെ ഒരു 5-6 ക്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തെല്ലാം ഞാൻ തീഫ് പോലീസ് കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, ബേസിക് ആയിട്ട് എൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറയാം, നോക്കുക. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഒരു തീഫ് പോലീസ് കൺസെപ്റ്റ് എന്താണ്? ഒരു പോലീസ് എന്ത് ചെയ്യുന്നു, കള്ളനെ പിടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ആരായിരിക്കും മുമ്പിൽ? കള്ളനായിരിക്കും മുമ്പിൽ, അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നോക്കിക്കേ, ഇവിടെ നോക്കിയാൽ പോലീസ് പുറകിലും കള്ളൻ എന്തിലായിരിക്കും, മുമ്പിലായിരിക്കും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, തീഫ് ഇവിടെ ആയിരിക്കും, കള്ളന് പോലീസ് എന്തായിരിക്കും, തൊട്ട് പുറകിനായിരിക്കും, അല്ലേ? തൊട്ട് പുറകിന് ആരുണ്ട്? പോലീസുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം, ഒരു പ്രത്യേക സമയത്ത് എന്ത് ചെയ്യുന്നു, പോലീസ് കള്ളനെ കാണുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കാണുന്ന ഒരേ സമയത്തായിരിക്കണം. മനസ്സിലാക്കുക, പോലീസും കള്ളനും എന്ത് ചെയ്യണം, ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, കള്ളനെ കണ്ടു, പോലീസ് ഓടുന്നു. അപ്പോൾ ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്, രണ്ടുപേരും സ്റ്റാർട്ടാകുന്നു. ഓക്കെ, ഒരേ സമയത്ത് സ്റ്റാർട്ടായിട്ട് എന്ത് ചെയ്യുന്നു, പോലീസ് കള്ളനെ ഒരേ സമയത്ത് പിടിക്കുന്നു. മനസ്സിലാക്കേണ്ടത് ഒരേ സമയത്ത്, കോൺസ്റ്റന്റ് ടൈമാണ്. എന്താണ് കോൺസ്റ്റന്റ് ടൈം? ഒരേ സമയത്ത് പിടിക്കത്തില്ലേ? വെച്ചാൽ പോലീസ് പുറകിനാണ് നിൽക്കുന്നത്, ഏകദേശം ഒരു 100 മീറ്റർ പുറകിനാണ് നിന്നതെങ്കിൽ ഈ 100 മീറ്റർ ഗ്യാപ്പ് താണ്ടിയിട്ട് വേണം പോലീസ് കള്ളനെ പിടിക്കാൻ. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നു, ഒരു X km/h വേഗതയിൽ പോകുമ്പോൾ കള്ളൻ എത്ര, ഒരു Y km/h വേഗതയിൽ പോകും. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്ക് നേർരേഖയിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരേ സ്പീഡിൽ അല്ല, വ്യത്യസ്തമാർന്ന സ്പീഡ് എന്ന് വെച്ചാൽ പോലീസിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കണോ കുറവായിരിക്കണം, അല്ലേ? ഒരാളെ ചേസ് ചെയ്ത് പിടിക്കണമെങ്കിൽ പോലീസിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കണം, കള്ളൻ്റെ സ്പീഡ് കുറവായിരിക്കണം. പോലീസിൻ്റെ സ്പീഡ് കള്ളൻ്റെ സ്പീഡിനെക്കാളും കുറഞ്ഞാൽ പിടിക്കത്തില്ല. അവരുടെ ഗ്യാപ്പ് ഇങ്ങനെ ക്രമേണ കൂടി വരത്തേ ഉള്ളൂ. 100 എന്നുള്ളത് ക്രമേണ കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. സെയിം ഡയറക്ഷനിൽ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കണം, ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം. പോലീസിൻ്റെ സ്പീഡിൽ നിന്ന് കള്ളൻ്റെ സ്പീഡ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതാണ് റിലേറ്റീവ് സ്പീഡൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡുകളുടെ വ്യത്യാസം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. അതാണ് റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യും, ഒരേ സമയത്തായിരിക്കും എന്ത് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈം ഇസിക്കല്ലോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ എത്ര സമയത്ത് കള്ളനെ പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ്, 100 മീറ്റർ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഓടേണ്ടത്. പക്ഷേ സ്പീഡ് എന്താ, റിലേറ്റീവ് സ്പീഡ് ആയിരിക്കണം. സെയിം ഡയറക്ഷനിൽ എന്തായിരിക്കണം, X-y അല്ലെങ്കിൽ Y-x. X-y ആണ് പോലീസിൻ്റെ സ്പീഡ് ആയിരിക്കും കൂടുതൽ. അതെന്ത് ചെയ്യണം, എടുത്തിരിക്കണം. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് എങ്ങനെ എളുപ്പം ചെയ്യാൻ നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്ത് നോക്കാം. പോലീസ് ഫോളോസ് എ തീഫ് ഓഫ് 1800 മീറ്റർ. അപ്പം നോക്കിയേ, 1800 മീറ്റർ ആണ് അതിൻ്റെ മുമ്പിലുള്ള, അല്ലെ, പോലീസ് കള്ളന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇഫ് ദ പോലീസ്മാൻ ആൻഡ് തീഫ് റൺ അറ്റ് 12:09. നോക്കിയേ, നമുക്ക് ആവശ്യമുള്ള പോയിന്റ് മാത്രം നോക്കിയാൽ പോലീസ് 9, പോലീസ് 12, കള്ളൻ 9 km/h പോകുന്നു. ഹൗ മച്ച് ഡിസ്റ്റൻസ് തീഫ് വിൽ കവർ ഫ്രം ദ സ്പോട്ടിംഗ് പോയിന്റ്. അപ്പം നോക്കിക്കേ, പോലീസ് ഉണ്ട്, കള്ളൻ ഇവിടെ ഉണ്ട്, അല്ലേ? പോലീസ് പുറകെ നിൽക്കുന്നു, കള്ളൻ മുന്നിൽ നിൽക്കുന്നു. എപ്പോഴും ഇങ്ങനെയാണ്, ഇതേ കേസ് തന്നെയാണ് കേട്ടോ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, പോലീസ് ഓടി എന്ത് ചെയ്യുന്നു, കള്ളനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലിട്ട് പിടിക്കുന്നു, അല്ലേ? ഏകദേശം ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു, കള്ളനെ പിടിക്കുന്ന പോയിന്റാണ്. അങ്ങനെയാണ് നോക്കിയാൽ പോലീസിൻ്റെ സ്പീഡ് എത്ര, 12 km/h, കള്ളൻ്റെ സ്പീഡ് എത്ര, 9 km/h. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1800 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ്. ഇത്രയും ആദ്യം നിങ്ങൾ ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി എന്ത് ചെയ്യണം, തീഫ് എത്ര ഓടണം എന്ന് വെച്ചാൽ തീഫ് എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ നിന്ന്, അല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ ഓടിയ ഡിസ്റ്റൻസ് ആണ് ചോദ്യം. റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ദൂരമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നോക്കി, നമ്മൾ ഓർത്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തീഫ് പോലീസ് കൺസെപ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ടൈം കോൺസ്റ്റന്റ് ആണ്, അല്ലേ? ഒരേ സമയത്താണല്ലോ ഓടിപ്പിടിക്കുന്നത്. അങ്ങനെയാണ് ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. എന്നുവെച്ചാൽ ദൂരം എന്ന് പറയുന്നത് എന്തിനിക്കില്ല, സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ സ്പീഡ് റേഷ്യോ തന്നെ ആയിരിക്കും ഡിസ്റ്റൻസ് റേഷ്യോ. ശ്രദ്ധിക്കുക, ടൈം കോൺസ്റ്റന്റ് കേസുകളിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. സ്പീഡിൻ്റെ റേഷ്യോ എടുക്കുക. അപ്പോൾ നോക്കിയേ, പോലീസിൻ്റെ സ്പീഡ് 12, ഇവിടെ 9, കട്ട് ചെയ്യുക, 3 ചേർത്തിയ 4, 3 ചേർത്തിയ 3. ഇതേ സ്പീഡ് റേഷ്യോ തന്നെയാണ് ഡിസ്റ്റൻസ് റേഷ്യോ. എന്ന് പറഞ്ഞാൽ
മൊത്തത്തിൽ ഞാൻ പറയുന്നത് 4 യൂണിറ്റ് ആണ് അല്ലേ. പോലീസ് മൊത്തത്തിൽ 4 യൂണിറ്റ് ഓടിയെങ്കിൽ കള്ളൻ എത്ര ഓടി? 3 യൂണിറ്റ് ഓടി. എന്ന് വെച്ചാൽ ഇത് 1 യൂണിറ്റ് അല്ലേ. അപ്പം ഈ ഗ്യാപ്പ് എത്ര? 1 യൂണിറ്റ്. അവിടെ 1 യൂണിറ്റ് 1800 ആണെങ്കിൽ കള്ളൻ എത്ര ഓടി? 3 യൂണിറ്റ് ദൂരം ഓടി. ഞാൻ പറഞ്ഞ സ്പീഡ് റേഷ്യോ തന്നെയാണ് ഡിസ്റ്റൻസ് റേഷ്യോ. അപ്പം 3 യൂണിറ്റ് ആണ് എന്ത്? തീഫ് ഓടി. 3 യൂണിറ്റ് ഓടിയില്ലേ. മൊത്തത്തിൽ പോലീസ് 4 യൂണിറ്റ് ഓടി. അതാ സ്പീഡ് റേഷ്യോ തന്നെ ഡിസ്റ്റൻസ് റേഷ്യോ. 4 യൂണിറ്റ് പോലീസ് ഓടിയെങ്കിൽ 3 യൂണിറ്റ് കള്ളൻ ഓടി. അപ്പോൾ 1 യൂണിറ്റ് ആണ് ആ ഗ്യാപ്പ്. ഓക്കെ അല്ലേ. ജസ്റ്റ് പടത്തിൽ നോക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം 3 യൂണിറ്റ് ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? എടാ 1 യൂണിറ്റ് 1800 ആണെങ്കിൽ 3 യൂണിറ്റ് എത്ര ആയിരിക്കും? 18 3 50 5400 മീറ്റർ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാം. 1ന്റെ ഡി. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ആദ്യം കാണുമ്പോൾ നമുക്ക് വലുതാണെന്ന് തോന്നും. പക്ഷേ ജസ്റ്റ് നിങ്ങളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈസിലി ചെയ്യാനേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എ തീഫ് നോട്ടീസ് പോലീസ്മാനായിട്ട് 600 മീറ്റർ അല്ലേ. അപ്പോൾ പോലീസും കള്ളനും തമ്മിലുള്ള ദൂരം എത്ര? 600 മീറ്റർ. ആയിക്കോട്ടെ. ഇത് തീഫ് സ്റ്റാർട്ട് റണ്ണിങ് ആൻഡ് പോലീസ്മാൻ ചെയ്യുന്നു. പോലീസ് എന്ത് ചെയ്യുന്നു? കള്ളനെ ചേസ് ചെയ്യുന്നു. സ്ഥിരം കൺസെപ്റ്റ്, സ്ഥിരം കഥ തന്നെ കേട്ടോ. ഇത് വായിക്കണമെന്നില്ല എപ്പോഴും. തീഫ് ആൻഡ് പോലീസ് റണ്ണ് 12-15. ഒന്ന് നോക്കിയേ. പോലീസും കള്ളനോട് ഓടുന്നു അല്ലേ. ഒരു പർട്ടിക്കുലർ പോയിന്റ് പിടിക്കുന്നു. പോലീസ് എത്ര ഓടുന്നു? 15 അല്ലേ. പോലീസ് 15 ഓടുന്നു. കള്ളൻ എത്ര ഓടുന്നു? 12 km/h പോകുന്നു. ഫൈൻ ദ ടൈം. എപ്പോൾ പിടിക്കും കള്ളനെ? എപ്പോൾ പിടിക്കും? ഇപ്പോൾ സമയമാണ് ചോദ്യമെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. ഡിസ്റ്റൻസ് ബൈ എന്ത് സ്പീഡ്? റിലേറ്റീവ് സ്പീഡ്. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? തമ്മിൽ കുറയ്ക്കണം. ഡിസ്റ്റൻസ് എത്ര? 600 മീറ്റർ തന്നെ ഓടണം. റിലേറ്റീവ് സ്പീഡ് അങ്ങനെ എടുക്കേണ്ടത്? ഒരേ ഡയറക്ഷനാണ് പോലീസും കള്ളനും ഓടുന്നത്. അപ്പോൾ 15ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 3 km/h. km/h ഇട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നോക്കിയാൽ മീറ്ററിൽ കിടക്കുവാണ് ഡിസ്റ്റൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? km/h മീറ്റർ/സെക്കൻഡ് ആകണം. ഇൻറ്റു 5/18 ചെയ്യണം സ്പീഡിന്. ഓക്കെ. ആ 5/18 by8 ഞാൻ മേളോട്ടം ഇടുവാണ്. ഓക്കെ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ചോദ്യം മിനിറ്റിലാണ്. അപ്പം നമുക്ക് ഇപ്പം കിട്ടുന്ന സെക്കൻഡിലായിരിക്കുമല്ലോ. ഓക്കെ. സെക്കൻഡിലായിരിക്കും. അതിനെ മിനിറ്റ് ആക്കിയാൽ മതി. ഓക്കെ. നമുക്കിപ്പോൾ ഇപ്പം കിട്ടുന്ന എന്തായിരിക്കും? ഇപ്പം കിട്ടുന്ന സമയം മീറ്റർ/സെക്കൻഡിലോട്ട് നമ്മൾ സ്പീഡിനെ മാറ്റിയില്ലേ. അപ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് കിട്ടും. അപ്പം മിനിറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒരു /60 കൂടെ ചെയ്താൽ മിനിറ്റ് ആകും. ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? പരിപാടി കഴിയും. ഓക്കെ. കളറൊന്ന് മാറ്റാം. അപ്പം നോക്കിക്കേ. 0 0 കട്ട് ചെയ്തു. 6 വെച്ച് 6 5 30 30 2 60 3 വെച്ച് കട്ട് ചെയ്ത് 6 6 2 12. ഇവിടെ 12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? പിടിക്കും. 12 മിനിറ്റിനെ കള്ളനെ പിടിക്കും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. 2ന്റെ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം മനസ്സിലായല്ലോ എനിക്കിത്. നമുക്ക് നേരെ മൂന്നാമത്തെ ചോദ്യം ചെയ്യും. നോക്കിയേ. എ പോലീസ്മാൻ ചേസിങ് എ തീഫ് അറ്റ് എ സ്പീഡ് ഓഫ് 82 km/h. ദ തീഫ് ഈസ് 1300 മീറ്റർ അവേ. അപ്പം നോക്കിയേ. ഡിസ്റ്റൻസ് എത്ര? 1300 മീറ്റർ ആണ് പോലീസിനും തീഫിനും ഇടയ്ക്കുള്ള ദൂരം. അപ്പം നോക്കിക്കേ. പോലീസും തീഫും അല്ലേ. പോലീസ് പുറകിൽ, തീഫ് മുമ്പിൽ. 1300 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 64 km അല്ലേ. അപ്പം നോക്കിക്കേ. പോലീസ് ചേസ് ചെയ്യുന്നത് 82ഉം തീഫ് ഓടുന്നത് 64. അപ്പം നോക്കിക്കേ. രണ്ടുപേരുടെ സ്പീഡ് ഉണ്ടല്ലോ. അത് രണ്ടുപേരും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഓടുന്നു. എന്ത് ചെയ്യുന്നു? ഒരേ ഡയറക്ഷനിൽ ഓടുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ത് ചെയ്യും? കള്ളനെ പിടിക്കും. അപ്പം നോക്കിക്കേ. പോലീസിൻ്റെ സ്പീഡ് 82 km/h. km/h എന്ന് കാണിക്കണമെന്നില്ല. അവിടെ ജസ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് കള്ളൻ്റെ സ്പീഡ് എത്ര ആയിരിക്കണം? കുറവായിരിക്കണം. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം? അവിടെ എത്ര സമയം കൊണ്ട് പോലീസ് എന്ത് ചെയ്യുന്നു? പിടിക്കണം. കള്ളനെ എപ്പോൾ പിടിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ. നമുക്കറിയാം എത്ര സമയം ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അല്ലെങ്കിൽ ആ സ്പീഡ് റിലേറ്റീവ് സ്പീഡ് ആക്കിയാൽ മതി. മനസ്സിലായോ? സെയിം ഡയറക്ഷനിൽ രണ്ടുപേര് പോകുമ്പോൾ എന്ത് ചെയ്യണം? റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ആ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഡിസ്റ്റൻസ് എത്ര? 1300 ആണല്ലോ. റിലേറ്റീവ് സ്പീഡ് എത്ര? 82. ഇപ്പം ഞാൻ റിലേറ്റീവ് സ്പീഡ് ഒന്ന് ഇങ്ങോട്ട് എഴുതാം. 82 64 കുറച്ച് എത്ര കിട്ടും? 64 74 18 18 km/h. അത് km/h അല്ലേ. അതിനെ മീറ്റർ/സെക്കൻഡ് ആക്കണം. മസ്റ്റാണ്. കാരണം ഡിസ്റ്റൻസ് മീറ്ററിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 18 × 5/18 ചെയ്താൽ മീറ്റർ/സെക്കൻഡ് ആവും. അങ്ങനെ ഈ 5/18 by8 ഞാൻ മേളോട്ടം കിടുന്നു. അപ്പോൾ ഇത് സെക്കൻഡിലാണ്. അപ്പം നമുക്ക് കിട്ടേണ്ട ആൻസർ കിട്ടേണ്ട ഓപ്ഷൻ നിങ്ങൾ നോക്കുക. സെക്കൻഡിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മിനിറ്റിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യണ്ട. നേരെ സോൾവ് ചെയ്താൽ ആൻസറേ. ഇനി കളറൊന്ന് മാറ്റിയിട്ട് ക്യാൻസൽ ചെയ്ത് കാണിക്കാം. ഓക്കെ. നമുക്ക് റെഡ് കളർ എടുക്കാം. ഓക്കെ. നോക്കിക്കേ. 18 18 ക്യാൻസലാവും. 5 വെച്ച് കട്ട് എത്ര കിട്ടും? 22 5 22 23 26 260 260 സെക്കൻഡ് എന്ത് ചെയ്യും? നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ ബി. 3ന്റെ ആൻസർ ബി. ക്ലിയർ ആണോ? ഇത്രയുള്ള പരിപാടി. ഇത്ര നേരത്തെ ചെയ്ത 2 ക്വസ്റ്റിനും ഇതുപോലെല്ലാം എന്താ ഒരേ കോൺസെപ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ടൈം കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. നിങ്ങൾക്ക് ഇനി എത്ര ഡിസ്റ്റൻസിലാണ് കള്ളനും പോലീസ് ഓടുന്നതെങ്കിൽ എന്താ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഡിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ട് എടുത്താൽ കാരണം ഒരേ സമയത്താണ് മീറ്റ് ചെയ്യുന്നത്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് റേഷ്യോ സ്പീഡ് റേഷ്യോ സെയിം ആണ്.
അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ യൂണിറ്റുകൾ കമ്പയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ, തീഫ് CGL 2024 ചോദിച്ച ചോദ്യം എങ്ങനെ ചെയ്യാം. ആദ്യം നിങ്ങളൊന്ന് സ്വയം വായിച്ച് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ചെയ്യുന്നത് നോക്കുക. നോക്കിക്കേ, തീഫ് നോട്ടീസ് പോലീസ് ഡിസ്റ്റൻസ്. ഓക്കെ, പോലീസും തീഫിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, എക്സാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓൾറെഡി കൺസെപ്റ്റ് അറിയാം. നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡിൽ ഇത് കൂടുതലും ചെയ്യണം. അപ്പോൾ നോക്കി 200 മീറ്റർ ഗ്യാപ്പ് ഉണ്ട് പോലീസും കള്ളനും. തീഫ് സ്റ്റാർട്ട് റണ്ണിങ് ആൻഡ് പോലീസ്മാൻ ചേസസ് ഹിം. പോലീസ്മാൻ പുറകെ ഓടുന്നു. കുറേ കഥയൊക്കെ അതൊക്കെ ഇങ്ങനെ ചുമ്മാ വായിച്ച് കിട്ടാൽ മതി. തീഫ് ആൻഡ് പോലീസ് റണ്ണിട്ട് നോക്കിയേ, തീഫും പോലീസും എത്രയാണ്? ഇപ്പോൾ തീഫാണ് ആദ്യം 10. ഓക്കെ, തീഫ് 10, പോലീസ് 11. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ ചെയ്യുന്നു, കള്ളനെ പിടിക്കുന്നു. തീഫ് 10, പോലീസ് 11. എപ്പോഴും പോലീസിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കണം, എന്നാലല്ലേ കള്ളനെ പിടിക്കാൻ പറ്റൂ. ഓക്കെ, പോലീസിൻ്റെ സ്പീഡ് കുറഞ്ഞു എന്തോ പറ്റും, കള്ളനെ പിടിക്കില്ല. ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആഫ്റ്റർ 9 മിനിറ്റ്? ഇവിടെ ചോദിച്ചെന്താ, 9 മിനിറ്റിന് ശേഷം ഡിസ്റ്റൻസ് എത്രയാണ്? പോലീസും കണ്ണിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 9 മിനിറ്റിന് ശേഷം എത്രയാണ്? അപ്പോൾ എപ്പോൾ പിടിക്കുമെന്നല്ല ചോദ്യം, 9 മിനിറ്റ് ശേഷം ഇവന്മാർ നമ്മൾ ഗ്യാപ്പ് എത്രയായിരിക്കും? ഓൾറെഡി പോലീസിൻ്റെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും 9 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 200 ആണെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും. ഒരു 100 150 ഒക്കെ ഓൾറെഡി ചിലപ്പം കവർ ചെയ്ത് കാണും. ഓക്കെ, അപ്പോൾ നോക്കാം 9 മിനിറ്റ് ശേഷം എത്ര ഡിസ്റ്റൻസ് ഓടി നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഇൻഡിക്കേഷൻ എന്താ? സ്പീഡിൻ്റെ ടൈം. സ്പീഡ് എത്ര? അവിടെ ഒരേ ഡയറക്ഷൻ ഓടുമ്പോൾ സ്പീഡ് റിലേറ്റീവ് സ്പീഡ് എടുക്കണ്ടേ? 11ഉം 10ഉം തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എത്ര? 1 × 5/18 അല്ലേ? 1 × 5/18. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. ടൈം എത്ര? 9 മിനിറ്റ് അല്ലേ? 9 മിനിറ്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? 9 മിനിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ സെക്കൻഡ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റു 60 കൂടെ ചെയ്യുക. ക്ലിയർ അല്ലേ? 9 മിനിറ്റിന് 9 × 60 ചെയ്താലും നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ പറ്റും. സെക്കൻഡിലോട്ടാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് എത്ര നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ നോക്കിക്കേ, 6 വെച്ച് കട്ട് ചെയ്ത് എത്ര? 3. 6 വെച്ച് കട്ട് ചെയ്തെത്താ ഇവിടെ 10. 3 വെച്ച് കട്ട് ചെയ്തെടുത്താൽ 3. 5 വന്ന് 35, 150. 150 മീറ്റർ ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം 9 മിനിറ്റ് ശേഷം 150 മീറ്റർ ഉണ്ട്. അപ്പോൾ നോക്കിയേ, 9 മിനിറ്റ് ശേഷം എത്രയാണ് ഇവന്മാരുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്നാണ് ചോദ്യം. ഇപ്പം ഓൾറെഡി 150 ഓടി. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പോലീസും കള്ളനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഗ്യാപ്പ് എത്ര ആയിരിക്കും? 50 മീറ്റർ ആയിരിക്കത്തില്ല. ഓൾറെഡി 200 മീറ്റർ ഓൾറെഡി ഗ്യാപ്പ് ഉള്ളൂ. ഈ ഗ്യാപ്പ് എങ്ങനെയും തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാലല്ലേ പോലീസ് കള്ളനെ പിടിക്കാൻ പറ്റൂ. പോലീസ് ഓടുമ്പോൾ കള്ളനും പോലീസും ഒരേപോലെയാണ് ഓടുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. 9 മിനിറ്റ് ആകുമ്പോഴത്തേന് എന്ത് പറ്റും, ഇങ്ങനെ ഇവന്മാരുടെ ഗ്യാപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഗ്യാപ്പ് കുറഞ്ഞ് വരും. 9 മിനിറ്റ് ശേഷം ബാക്കി ഇത്രയും ഗ്യാപ്പേ കാണത്തുള്ളൂ. അപ്പം ഓൾറെഡി ഇത്ര 150 കവർ ചെയ്തെങ്കിൽ ബാക്കി ഒരു 50 കൂടെ ബാക്കിയുള്ളൂ. അതാണ് ചോദ്യം. ബാക്കി 9 മിനിറ്റ് ശേഷം എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ബിറ്റ്വീൻ ദം എന്ന് പറയുമ്പോൾ ബാക്കി 50 ഉണ്ട്. ഓപ്ഷൻ ബി. കൺസെപ്റ്റ് മനസ്സിലായോ? ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, 5ാമത്തെ. എ തീഫ് ഈസ് സ്പോട്ട് ബൈ പോലീസ് ഫ്രം എ ഡിസ്റ്റൻസ് 200. നോക്കിയേ, ഡിസ്റ്റൻസ് എത്ര? 200. പോലീസും കള്ളനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 200. ഓക്കെ, പോലീസും കള്ളനും. പിന്നെ പോലീസ് സ്റ്റാർട്ട് ചേസ് ദ തീഫ് ആൾസോ സ്റ്റാർട്ട് റണ്ണിങ്. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെ. അപ്പോൾ നോക്കിയാൽ തീഫ് 9, പോലീസ് 10. അപ്പോൾ നോക്കിക്കേ, പോലീസും തീഫും കൂടെ ഓടുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് പിടിക്കുന്നു. പോലീസ് എത്രയാണ്? 10ലും തീഫ് 9ലുമാണ് ഓടുന്നത്. ഹൗ ഫാർ, എത്ര ദൂരം തീഫ് ഹാവ് ടു റൺ ബിഫോർ ഹി ഈസ് ഓവർടേക്കൺ. അപ്പോൾ തീഫിന് എത്ര ദൂരം ഓടണം? ശ്രദ്ധിച്ചോ, തീഫിന് എത്ര ദൂരം ഓടണം. ഓക്കെ, തീഫിന് എത്ര ദൂരം ഓടണമെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ദൂരമല്ലേ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം കോൺസ്റ്റൻറ്റിലാണ്, ഒരേ സമയത്താണ് പിടിക്കുന്നത്. ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ഡയലി പ്രൊപ്പോർഷൻ എന്താണ്? സ്പീഡ്. മനസ്സിലായോ? ഡിസ്റ്റൻസ് റേഷ്യോ തന്നെ സ്പീഡ് റേഷ്യോ, അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ തന്നെ ഡിസ്റ്റൻസ് റേഷ്യോ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് റേഷ്യോ ആണല്ലോ. എന്നുവെച്ചാൽ 10-9 റേഷ്യോ ആക്കി എത്ര? 10-9 തന്നെ. ആ സ്പീഡ് റേഷ്യോ തന്നെയാണ് എന്ത്? ഡിസ്റ്റൻസ് റേഷ്യോ. അങ്ങനെയാണ് എനിക്ക് എന്ത് പറയാൻ പറ്റും, മൊത്തത്തിൽ പോലീസ് എത്ര യൂണിറ്റ് ഓടി? 10 യൂണിറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് തന്നെ അല്ലേ? 10 യൂണിറ്റ് ആണ് മൊത്തത്തിൽ പോലീസ് ഓടി അല്ലേ? മൊത്തത്തിൽ 10 യൂണിറ്റ് ആണ് പോലീസ് ഓടുന്നത്. അപ്പോൾ കള്ളൻ എത്ര ഓടി? ഇവിടുന്ന് ഇവിടം വരെ 9 യൂണിറ്റ് ഓടി. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ആയിരിക്കും? ഇത് 1 യൂണിറ്റ് അല്ലേ 200 മീറ്റർ എന്ന് പറയുന്നത്? 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ് ഇടയ്ക്കുള്ള ഗ്യാപ്പ്. 1 യൂണിറ്റ് 200 ആണെങ്കിൽ തീഫ് എത്ര ഓടി? 9 യൂണിറ്റ്. 9 യൂണിറ്റ് എത്ര? 1 യൂണിറ്റ് 200 ആണെങ്കിൽ 9 യൂണിറ്റ് എത്ര? 1800 മീറ്റർ എന്ന് പറഞ്ഞാൽ 1.8 കിലോമീറ്റർ എന്നല്ലേ? 1.8 കിലോമീറ്റർ. ഓപ്ഷൻ സി, 5ൻ്റെ സി. ഇവിടെ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടോ? സിമ്പിൾ പരിപാടി, ഒരു കാൽക്കുലേഷനും ഇല്ല. ചുമ്മാ ജസ്റ്റ് ഒരു പടം വരച്ചിങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. ബാക്കി കമ്പയർ ചെയ്തു. എന്തോ ഇരിക്കുന്ന കാൽക്കുലേഷൻ ജസ്റ്റ് മൈൻഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. 9/200 മൈൻഡ് ചെയ്യാന്നല്ലോ. 9 × 18 ബാക്കി 2 0 ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഇത് CGL ചോദിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത നല്ല ചോദ്യം, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. എ തീഫ് ടേക്സ് ഓഫ് എ ബൈക്ക് അറ്റ് സർട്ടൻ സ്പീഡ്. ഓക്കെ, സെയിം കഥ. അതൊക്കെ ചുമ്മാ ഹൈറ്റ് വിടാന്ന് ആവശ്യമില്ല. ഡിസ്റ്റൻസ് നോക്കി 250 മീറ്റർ അല്ലേ? പോലീസും തീഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 250. ഓക്കെ, 250 മീറ്റർ. ദ പോലീസ് കാർ സ്റ്റാർട്ട് ചേസിങ് തീഫ് ആൻഡ് ക്യാച്ചസ് ഹിം. ഓക്കെ, പോലീസ് കള്ളനെ പിടിക്കുന്നു. ആ കഥയൊക്കെ വിട്ടേര്. ഇഫ് ദ തീഫ് റൺസ് അറ്റ് 1.5 കിലോമീറ്റർ
ബിഫോർ ബീയിങ് കോട്ട്. അപ്പം നോക്കിക്കേ, പോലീസ് എന്താണ് 1.5 കിലോമീറ്റർ ബിഫോർ ബീയിങ് കോട്ട് എന്ന് വെച്ചാൽ പോലീസ് കള്ളനെ പിടിക്കുന്നതിന് മുമ്പ് എത്ര ഓടിയിട്ടുണ്ട്? ഏകദേശം 1.5 കിലോമീറ്റേഴ്സ് എന്ത് ചെയ്തു? തീഫ് റൺ ചെയ്തു. അപ്പം എന്താണ്, തീഫ് എന്തായാലും ഇവിടെ നിന്ന് ഓടി ഇവിടെ എത്തുന്നു, പോലീസ് ഓടി എന്ത് ചെയ്യുന്നു? ഇവിടെ എത്തുന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് അവർ എത്ര ഓടിയിട്ടുണ്ട്? തീഫ് 1500 മീറ്റർ ഓടിയിരുന്നു. ക്ലിയർ ആണോ? തീഫ് 1500 മീറ്റർ ഓടി. കാരണം 1.5 കിലോമീറ്റർ ആണ് തീഫ് കവർ ചെയ്തത്. പിന്നെ അപ്പോൾ ഏതാ 1500 മീറ്റർ അല്ലേ 1.5 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ സ്പീഡ് എത്ര? 70 km/h തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് തീഫ് ബൈക്ക്? തീഫിൻ്റെ ബൈക്ക് എക്സ് എന്ന് വിളിച്ചു. ഇവിടെ നമുക്ക് സ്പീഡ് തന്നിട്ടില്ല. സ്പീഡ് തരാത്തപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഡെവലപ്പേഴ്സ് സ്പീഡ് ഒന്നും എടുക്കാൻ പറ്റില്ല. ആ റേഷ്യോ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സിൻ്റെ വാല്യൂ അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ഇക്വേഷൻ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഒരേ സമയത്താണ് പോലീസും കള്ളനും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരേ സമയത്ത് ഒന്ന് പിടിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് എനിക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എന്തുവാ, എനിക്ക് ടൈം കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ എന്താണ് ടൈം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. പോലീസ് ഓടി ഇവിടെ എത്തുന്ന അതേ ദൂരം തന്നെ കള്ളനോടി ഇവിടെ എത്തും. അപ്പോൾ പോലീസിൻ്റെ സമയവും കള്ളൻ്റെ സമയം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ടൈം ഓഫ് പോലീസ് ഈക്വൽ ടു ടൈം ഓഫ് തീഫ് അല്ലേ. പോലീസ് എടുക്കുന്ന അതേ സമയം തന്നെയല്ലേ കള്ളനെ കൊടുക്കുന്നത്. പോലീസിന് സ്പീഡ് കൂടുതലായിട്ടാണ് പെട്ടെന്നൊന്ന് അത്രയും ദൂരം പെട്ടെന്ന് ഗ്യാപ്പ് കവർ ചെയ്തൊന്ന് പിടിക്കുന്നത്. ഒരേ സമയത്ത് തന്നെയാണ് രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പീഡ് കൂടുതൽ പെട്ടെന്ന് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പിടിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണല്ലോ. അങ്ങനെയാണ് എനിക്ക് എടുക്കാം. പോലീസിൻ്റെ ടൈം എത്ര? പോലീസിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ ടോട്ടൽ 1700. പോലീസ് 250 ഈ 1500 കള്ളൻ്റെ ഡിസ്റ്റൻസോടെ കവർ ചെയ്യേണ്ടത് പോലീസിന്. അപ്പോൾ 1750. അപ്പോൾ 1750 ഡിവൈഡ് ബൈ 70 × 5/18. ആ 18 ഞാൻ മേളോട്ട് ഇടുന്നു. ഇതാണല്ലോ സമയം. ഈ സമയം ആർക്ക് ഈക്വലാ? ഈ സമയം കള്ളൻ്റെ സമയത്തിന് ഈക്വലാ. കള്ളൻ്റെ സമയം കണ്ടുപിടിക്കുന്നത് എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. കള്ളൻ്റെ ഡിസ്റ്റൻസ് എത്ര? 1500 മീറ്റർ ആണ് കള്ളൻ ഓടിയത്. അതെന്ത് ചെയ്യണം? സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക, എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സ്പീഡ് വെച്ച് എക്സിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഇവിടെ ഓൾറെഡി km/h മീറ്റർ/സെക്കൻഡ് ആക്കി. അപ്പോൾ നമുക്ക് ഇവിടെ മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടിയെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നേരെ ആൻസറിലോട്ട് പോകാം. നോക്കിയേ, എന്തെല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റും? 5 വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, 0 ഇവിടുത്തെ 0 ക്യാൻസൽ ചെയ്യുന്നു. 25 വെച്ച് കട്ട് ചെയ്താൽ 6 150. 25 7 175 ആണ്. പിന്നെ 7 വെച്ച് ഇവിടെ കട്ട് ചെയ്താൽ ബാക്കി 10 വരും. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? നോക്കി 6 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 ഉണ്ട്. പിന്നെ നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ കിട്ടും വേറെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ 3/50 = 1/x എന്ന് വരും. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? എക്സിൻ്റെ വാല്യൂ 50/3. 50/3 എന്ന് മാത്രം മതിയോ? ഇല്ല, നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് ഇതിപ്പം മീറ്റർ/സെക്കൻഡിൽ നടക്കണം. ചോദ്യം എന്താ? km/h വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ നോർമലി എന്തോ ചെയ്യും? × 18/5 കേട്ടോ. ഒരു 18/5 ചെയ്താലേ അത് km/h ആവത്തുള്ളൂ. അപ്പം നോക്കിയാൽ 3 വെച്ച് കട്ട് ചെയ്താൽ 6, 5 വെച്ച് കട്ട് ചെയ്താൽ 10, 6 60 km/h ആണ് ആ കള്ളൻ്റെ വേഗത. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുക. 6ൻ്റെ ബി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പോലീസ് കള്ളൻ കോൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ സ്ഥിരമായിട്ട് SSCയുടെ ആയിക്കോട്ടെ RRBയുടെ സ്ഥിരം ചോദ്യമാണ് ഇതുപോലത്തെ. ക്വസ്റ്റ്യനൊക്കെ അങ്ങോട്ട് വാല്യൂ ഒക്കെ തിരിച്ചും മറിച്ച് വിടുന്നേ ഉള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിലും പല ഭാവത്തിലും ചോദിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോലീസ് കള്ളൻ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം. അവരെല്ലാവർക്കും ഗുഡ് ബൈ.